കടുപ്പത്തിൽ ഒരു കഥ കേൾക്കാൻ ചാനലിലെത്തിയിരിക്കുന്ന എല്ലാവരോടും നിറയെ സ്നേഹം, സന്തോഷം. നിങ്ങൾക്കൊപ്പം ജ്യോതി ഹരിദാസ്. നമ്മുടെ ചാനലിലെ 11ാമത്തെ സെഗ്മെൻ്റാണ് ഇന്നത്തെ കഥയുടെ പേര് ചോദ്യമിന്നൽ. ചോദ്യമിന്നൽ എന്താണെന്നത് നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഓർമ്മയില്ലാത്തവർക്കായി ചുരുക്കി പറയാം. 27 നക്ഷത്രങ്ങളിൽ 15ാമത്തെ നക്ഷത്രമായ സ്വാതി അഥവാ ചോതിയിൽ ആദിത്യൻ പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ചോദ്യമിന്നൽ. ആസന്നമായ മഴയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കഥ കേൾക്കാം. ചോദ്യമിന്നൽ. ഏപ്രിൽ ആയതേ ഉള്ളൂ. ചൂട് തുടങ്ങിക്കഴിഞ്ഞു. അനസ് വണ്ടിയിലെ ശീതീകരണിയുടെ സെറ്റ് പോയിന്റ് അല്പമൊന്ന് കുറച്ചു വെച്ചു. ഇനി നേരെ ഹൈപ്പർ മാർക്കറ്റ്. മാനേജറെ കണ്ടതിന് ശേഷം പിന്നെ റൂമിലേക്ക്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പൊതുവെയുള്ളൊരു സന്തോഷം എന്തോ തോന്നുന്നില്ല ഇന്ന്. മാർക്കറ്റ് വിസിറ്റിന് ശേഷം ഉച്ചയ്ക്ക് കാണണം എന്ന ഫോൺ വിളി ഇന്നലെ വന്നതു മുതൽ എന്തിനാവും എന്ന ചിന്ത ഒരു കരടായി തങ്ങി നിൽക്കുന്നുണ്ട്. പാർക്കിങ്ങിൽ കയറുമ്പോഴും മനസ്സ് മറ്റെവിടെയൊക്കെയോ തട്ടിത്തടയുന്നത് പോലെ. ഇപ്പോഴൊക്കെയാണ് ലോപ കൂടെ ഉണ്ടാവേണ്ടത്. പുറത്തെ ചൂടിൽ നിന്നും അകത്തെ കുളിരിലേക്ക് കയറുമ്പോൾ അനസോർത്തുപോയി. ദീദി ദീദി വോ തോ മേരാ ഹൈ നാ, ദേ ദോ അഭി. അല്പം കൊഞ്ചൽ കലർന്നതെങ്കിലും ഉച്ചസ്ഥായിയിൽ കേട്ട ശബ്ദം അനസിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. 4 or 5 വയസ്സുള്ള ഒരു കുട്ടി. അവനോട് മത്സരിച്ച് കയ്യിലുള്ള എന്തോ ഒരു വസ്തു കഴിയുന്നത്ര ഉയർത്തിപ്പിടിക്കാൻ നോക്കുന്നു ഒപ്പമുള്ള പെൺകുട്ടി. അവനേക്കാൾ 1 or 2 വയസ്സേ കൂടുതൽ കാണുകയുള്ളൂ. എങ്കിലും ചേച്ചി എന്ന പദവിയുടെ എല്ലാ അവകാശവും അധികാരവും അവളുടെ ശരീരഭാഷയിൽ തെളിയുന്നുണ്ട്. അനസിന് സെറീനിയെ ഓർമ്മ വന്നു. 4 മിനിറ്റിൻ്റെ മൂപ്പേ ഉള്ളുവെങ്കിലും ആ അധികാരം കാണിക്കാൻ കിട്ടുന്ന ഒരവസരവും അവൾ വെറുതെ വിടുമായിരുന്നില്ല. അനസേ, എൻ്റെ ഇത്തയാണ് ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കണം. അതായിരുന്നു അവളുടെ ഒരു ലൈൻ. സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നവരെയും പോകുന്നവരെയും നോക്കി ഒഴിഞ്ഞൊരു കസേരയിലിരുന്നപ്പോൾ അനസോർത്തു. വാസ്തവത്തിൽ സൂപ്പർ മാർക്കറ്റ് ഒരു ലോകമാണ്. ആകർഷണീയമായി നിരത്തി വച്ചിരിക്കുന്ന സാധനങ്ങൾ പോലെ തന്നെയാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നവരും. വിവിധ തരക്കാരുടെ സംഗമ സ്ഥലം. ഏതെല്ലാം രാജ്യക്കാർ, ഭാഷക്കാർ. അടുത്തുകൂടി പോയ പ്രായമായ സ്ത്രീയെ കണ്ടപ്പോൾ പറമ്പിൽ പണിക്ക് വരുമായിരുന്ന മയിലമ്മയെ ഓർമ്മ വന്നു. പ്രായം കൊണ്ടും നിറം കൊണ്ടും ഒക്കും. തലമുടി മാത്രം മാറിപ്പോയി. ചെറിയ ചെറിയ പിന്നലുകൾ ചെയ്ത് പുറകോട്ട് കെട്ടിവെച്ചിരിക്കുന്ന ചുരുണ്ട മുടിയിൽ വിവിധ നിറത്തിലുള്ള അലങ്കാരങ്ങളുമുണ്ട്. ഏതോ ആഫ്രിക്കൻ രാജ്യക്കാരിയാണ്. സുഡാനാവണം. ഇവിടെ എത്തിയപ്പോൾ ആദ്യമൊക്കെ ആരെയെങ്കിലും കണ്ടാൽ എവിടെ നിന്നുള്ളവരാണ് എന്ന് മനസ്സിലാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിത്യപരിചയം കൊണ്ട് കാണുമ്പോഴേ അറിയാം ഈജിപ്റ്റാണോ, പാലസ്തീനാണോ, കൊറിയനാണോ എന്നൊക്കെ. മൊബൈൽ എടുത്ത് നോക്കി. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ, ആരെങ്കിലും വിളിച്ചോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക ഒരു ശീലമാണിപ്പോൾ. മൊബൈൽ തിരികെ പോക്കറ്റിലേക്ക് താഴ്ത്തുമ്പോൾ വലതുഭാഗത്തെ ക്യാബിനുള്ളിലേക്ക് പോകുന്ന സൂപ്പർവൈസറെ ഒരു നോട്ടം കണ്ടു. ഫ്ലോർ മാനേജർ ഓഫീസിലെത്തി കാണണം. പോയി നോക്കണോ അതോ ഇവിടെ തന്നെ കാത്തിരിക്കണോ? 1 മണിക്കൂർ മുൻപെയാണ് വിളിച്ചത്. ഞാൻ ഉടനെ എത്തും, വന്നിട്ട് കാണാം. പറഞ്ഞു തീരും മുൻപ് തന്നെ കോൾ നിർത്തി അദ്ദേഹം. പുതിയ ആളാണ് ഫ്ലോർ മാനേജർ, മിസ്റ്റർ ഹംദാൻ. ഈജിപ്ഷ്യനാണ്. കഴിഞ്ഞ മാസമാണ് കമ്പനിയിൽ ചാർജ് എടുത്തത്. തൻ്റെ പോസ്റ്റിലുള്ള ഒരാളെ അദ്ദേഹം കാണേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ എന്തിനാവും? മുറിയിലെ കൂട്ടുകാരൻ നാസർ ഇന്നലെ കേട്ടപ്പോഴേ പറഞ്ഞു, ഒന്നും പറയാൻ പറ്റില്ല മോനെ, ഏതായാലും മിസ്രിയല്ലേ വിളിച്ചത്, ഒന്ന് കരുതിക്കും. സ്വദേശീവൽക്കരണം എന്നൊക്കെ ഇപ്പോൾ ഇവിടെയും കേൾക്കാം. കൂടാതെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഇടങ്ങേറുകൾ വേറെ. നാസർ പറയുന്നത് കേട്ടു നിന്നപ്പോൾ ഒക്കെ ശരിയാണല്ലോ എന്നൊരു തോന്നൽ മിന്നിമറഞ്ഞു. അയയിൽ നിന്ന് ലുങ്കി എടുത്തുടുത്തും കൊണ്ട് നാസർ തിരിഞ്ഞത് ഒരു ചോദ്യത്തോടെയാണ്. നമ്മുടെ അഹമ്മദൊക്കെ അറിയില്ലേ, മെസ്സിൽ കണ്ടിരുന്ന പയ്യന്നൂർക്കാരൻ. 27 വർഷമായിട്ട് നിൽക്കുന്ന സ്ഥാപനമാണ്. കഴിഞ്ഞ മാസം മോളുടെ നിക്കാഹിന് പോയി. തിരികെ വന്നപ്പോൾ നോട്ടീസ് കിട്ടി. കല്യാണത്തിൻ്റെ കടമൊക്കെ ഇനി വേണം വീട്ടാൻ എന്ന് പറഞ്ഞിരുന്ന ആളാണ്. എടുപിടിയിൽ നിന്ന് ഒക്കെ പെറുക്കി കെട്ടി പോകേണ്ടി വന്നു. പിന്നെ ചിലരൊക്കെ ഫ്രീ ആക്കി വിസ കൊടുക്കും.
വേറെ ജോലി നമ്മൾ നോക്കിയെടുത്തോണം. അങ്ങനെ എങ്ങാനും വന്നാൽ നീ വിഷമിക്കേണ്ട, നമുക്ക് ആളൊക്കെ ഉണ്ട്. പൈസ ചെലവാകും, എന്നാലും പണി സംഘടിപ്പിക്കാം. കേട്ടതിനെക്കുറിച്ച് ആലോചിച്ച് രാത്രി കിടന്നപ്പോൾ ആദ്യം മനസ്സിൽ പേടി തോന്നി. പോകേണ്ടി വന്നാൽ ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ സെറീനയുടെ കാര്യത്തിന് ചിലവായി. ഇനി ഒരു 2 കൊല്ലം കൂടി നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തിരിച്ചു പോകണം, നാട്ടിൽ കൂടണം എന്നതായിരുന്നു മനസ്സിലെ പ്ലാൻ. ഇതിപ്പോൾ എടുപിടിയിന്ന് തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? മനസ്സിലെ ടെൻഷൻ ശബ്ദത്തിൽ ഉണ്ടാവാതിരിക്കാൻ കഴിയുന്നത്ര നോക്കിയിട്ടും ഇന്നലത്തെ വിളിയിൽ ലോപ അത് പിടിച്ചെടുത്തു. എന്താ മനസ്സിൽ കിടന്ന് വിഷമിപ്പിക്കുന്നത്? എന്തായാലും നീ പറയേ, വെറുതെ തന്നെത്താൻ ചുമക്കണോ ഞാനിവിടെ ഉള്ളപ്പോൾ? മാനേജർ വിളിച്ച കാര്യവും നാസറിൻ്റെ സംശയവും കൂടി കേട്ടപ്പോൾ 1 മിനിറ്റ് അവളൊന്നും മിണ്ടിയില്ല. അവൾക്കും വിഷമമായോ എന്ന സംശയം അടുത്ത ചിരിയിൽ മാറ്റിയെടുത്തു. അല്ല, അത്രക്കേ ഉള്ളൂ? എൻ്റെ സെയ്ത്താനെ, വെറുതെ ബേജാറാക്കാൻ ഓരോ ബലാലുകളും പേടിക്കാൻ ഈ ഒരുത്തനും. ലോപ ഉണ്ടാക്കി പറയുന്ന ശൈലി കേട്ടപ്പോൾ നിമിഷം കൊണ്ട് മനസ്സ് ലഘുവായി. അതവളുടെ ഒരു രീതിയാണ്. അവൾ മുസ്ലിം ഭാഷ സംസാരിച്ചാൽ താൻ ചിരിക്കുമെന്നത് നന്നായി അറിയാം. ആ ചിരി കേട്ട് നിന്നാൽ മനസ്സ് നിറയും. മുൻപും അങ്ങനെ തന്നെയായിരുന്നു. പഴയ ഓർമ്മകൾ ഓടി വന്ന് തൊട്ടുപോകാൻ അനുവദിച്ച് അലസമായി പിന്നിലേക്ക് ചാരിയിരുന്നു അനസ്. സെറീനയുടെ കൂട്ടുകാരി എന്ന നിലയിൽ കോളേജിൽ കണ്ടിട്ടുണ്ടെങ്കിലും പേരോ മറ്റു വിവരങ്ങളോ അറിയുമായിരുന്നില്ല. ഒരിക്കൽ കോളേജ് ടൂറിന് പോകാൻ തലേദിവസം വീട്ടിൽ വന്ന് നിന്നപ്പോഴാണ് പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും. പേര് കേട്ടപ്പോൾ ചിരി അടക്കാൻ പറ്റിയില്ല. ലോപമുദ്ര. ഇതൊന്തൊരു പേര് എന്ന മുഖഭാവത്തോടെ ചിരിച്ച തന്നെ നോക്കി തികഞ്ഞ ഗൗരവത്തിലാണ് അവൾ ചോദിച്ചത്. പഠിക്കുന്നത് മലയാളമല്ലേ? ആരാണ് ലോപമുദ്ര? പറയൂ. എന്നിട്ടു മതി തൻ്റെ ആക്കുന്ന ചിരി. ഉത്തരം മുട്ടി നിന്ന് തന്നെ നോക്കി ശാന്തയായി അവൾ പറഞ്ഞു തന്നു. ലോപമുദ്ര അഗസ്ത്യമുനിയുടെ പത്നിയാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ ചില്ലറക്കാരിയല്ല എന്ന്. ഇനി കളിയാക്കിച്ചിരി വേണ്ടാട്ടോ. കാണുന്നത് പോലെയല്ല, ശപിച്ചു കളയും ഞാൻ. നാടകീയമായി പറഞ്ഞ് തല വെട്ടിച്ചും കൊണ്ട് അവൾ അകത്തേക്ക് പോയി. കളി അവളോട് വേണ്ട. പഴയ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അച്ഛൻ സംസ്കൃതം മാഷും. നല്ല കോമ്പിനേഷൻ അല്ലേ? അവളെ വിട്ടേക്ക്. ഒപ്പം അകത്തേക്ക് നടക്കുമ്പോൾ സെറീന പറഞ്ഞു. വിടുന്നതിനു പകരം കൂടുതൽ അടുക്കുകയാണ് ഉണ്ടായത്. അറിഞ്ഞു തുടങ്ങിയപ്പോൾ അകന്നു നിൽക്കാൻ തോന്നിയില്ല എന്നതാണ് വാസ്തവം. അധികം ആരോടും സൗഹൃദമില്ലാതിരുന്ന തന്നെ വലിച്ചടിപ്പിച്ച എന്തോ ഒന്ന് അവളിലുണ്ടായിരുന്നു. ലോപയോട് സംസാരിച്ചിരിക്കുമ്പോൾ ഏതു വിഷയവും സജീവമാണ്. സാഹിത്യം, സംഗീതം, സംസ്കൃതം തുടങ്ങി എന്തും അവൾക്ക് താല്പര്യമാണ്. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല എങ്കിലും നന്നായി പാടുന്ന അവൾ സംഗീതത്തിൽ എന്തെങ്കിലും സംശയമുള്ളപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിയതാണ് സൗഹൃദത്തെ മറ്റൊരു തലത്തിലെത്തിച്ചത്. ആ രാത്രിയിൽ ലളിത രാഗത്തെക്കുറിച്ചറിയാൻ അവൾ വിളിച്ചു. നനുബ്രോവു എന്ന കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞ് സംശയങ്ങൾ തീർത്തു കൊടുത്ത് അങ്ങനെ ധാരാളം സംസാരിച്ച ഒരു രാത്രി. ലളിതയും ലളിത പഞ്ചമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ പാട്ട് പഠിക്കാൻ നിർബന്ധിച്ചു വിട്ട ഉമ്മയോട് മനസ്സിൽ വല്ലാത്ത ഇഷ്ടം തോന്നി. ആ ഫോൺ കോളിൻ്റെ അവസാനം തികച്ചും അപ്രതീക്ഷിതമായാണ് ലോപ പറഞ്ഞത്. എനിക്കിഷ്ടമാണ് അനസിനെ. ഇങ്ങനെ നേരിട്ട് പറഞ്ഞാൽ നീ അതെങ്ങനെ എടുക്കും എന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഇഷ്ടം തോന്നുന്ന ആളുടെ ഒപ്പമാണ് ജീവിക്കേണ്ടതെന്ന് അച്ഛനും പറഞ്ഞു തന്നിട്ടുണ്ട്. നിന്നോടല്ലാതെ മറ്റൊരാളോടും ഇത്ര സമയമൊന്നും ഒന്നിനെക്കുറിച്ചും സംസാരിച്ചിരിക്കാൻ എനിക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. നീ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. കേട്ടത് വിശ്വസിക്കാൻ ആദ്യം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും വിശ്വാസക്കുറവ് തോന്നിയില്ല. കാരണം ലോപ ഒരു സാധാരണ പെൺകുട്ടി ആയിരുന്നില്ല. അസാധാരണമായ ആത്മവിശ്വാസം കൊണ്ട് ചുറ്റും നിൽക്കുന്നവർക്കും സ്ഥൈര്യം പകരുന്ന എന്തോ ഒന്ന് അവളിലുണ്ടായിരുന്നു. ഞരമ്പിലൊഴുകിയിരുന്ന കമ്മ്യൂണിസം ഒരു കാരണമാവാം. ആ സാമീപ്യം എന്നും കൂടെ ഉണ്ടാവുക എന്നത് തന്നെ ഒരനുഗ്രഹമാണ് എന്നാണ് മനസ്സ് കണ്ടെത്തിയത്. പിറ്റേന്ന് രാവിലെ തൻ്റെ 2ാമത്തെ റിങ്ങിൽ കോൾ എടുത്തപ്പോൾ അവൾ ഈ വിളി കാത്തിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. ഇനി കച്ചേരികൾക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ഓരോ കീർത്തനങ്ങൾ കേട്ടിരിക്കുമ്പോൾ
മനസ്സിലാക്കാൻ പറ്റും സമാന രാഗങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ നാടകീയമായി പറഞ്ഞു തുടങ്ങിയ തന്നെ മുഴുമിക്കാൻ വിടാതെ അവൾ ചാടി പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ സെറ്റുമുണ്ടെടുക്കും. എന്താ? നമ്മൾ കച്ചേരിക്ക് പോകുമ്പോൾ ഞാൻ സെറ്റുമുണ്ടെടുക്കും എന്ന്. ശരി ശരി, സമ്മതിച്ചു. ചിരിയും സന്തോഷവും ഒരേ അളവിലാണ് ഉണ്ടായത്. അന്ന് തന്നെ എവിടെയോ കച്ചേരി കേൾക്കാൻ പോകാനുള്ള ഭാവത്തിലാണ് പെണ്ണ് കണ്ടീഷൻ പറയുന്നത്. ഒരേ പ്രായം, വ്യത്യസ്ത മതങ്ങൾ, തനിക്ക് നേരെ ഒരു ജോലി ആയിട്ടില്ല, സെറീനയുടെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല തുടങ്ങി ഉമ്മയ്ക്ക് പിറുപിറുക്കാൻ നിറയെ കാരണങ്ങളുണ്ടായിരുന്നു. എന്നാലും പൊടുന്നനെയുള്ള വാപ്പച്ചിയുടെ യാത്ര പറച്ചിലാണ് ജീവിതത്തെ തിരിച്ചുവിട്ടത്. അറബി നാട്ടിലേക്ക് ജീവിതം മാറ്റിക്കളിക്കാൻ തീരുമാനിച്ചപ്പോഴും അവൾ ഒപ്പം തന്നെ നിന്നു. ഇത്തവണ പോയി വരുമ്പോൾ അവൾ പാതി കളിയായി പറഞ്ഞിരുന്നു, അനസേ, നമ്മൾ ഒരു പ്രായമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പെണ്ണ് പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അന്ന് കേട്ടപ്പോഴേ മനസ്സിൽ തീരുമാനിച്ചിരുന്നു, ഈ ഒരു തവണ കൂടി മാത്രം എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ കയ്യിൽ ഒരിത്തിരി നീക്കിയിരിപ്പ്, അതും കൊണ്ട് അവളെയും കൂട്ടി ജീവിതം തുടങ്ങണം. ആ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ ഒക്കെയാണ് ഇന്നലത്തെ ബോസിൻ്റെ ഒരു വിളിയിൽ അനിശ്ചിതത്വത്തിലായത്. ഇന്നലെ രാത്രി വിവരം പറഞ്ഞപ്പോൾ ലോബയുടെ പ്രതികരണം താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു. നീ ഒക്കെ നിർത്തിയിങ്ങ് പോരെ, എൻ്റെ കൊച്ചു ജോലിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കിവിടെ കൂടിയാൽ പോരെ. നമ്മുടെ നാടിപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല അനസേ. ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ സുഖമായി ജീവിക്കാനുള്ളത് നാട് തരും. ദാസേട്ടൻ്റെ കുടജാദ്രിയിലൊക്കെ കേൾക്കുമ്പോൾ ഇത് രേവതി രാഗമാണോ, മനസ്സിലായോ എന്നു പറഞ്ഞു തരാൻ വലത്തുഭാഗത്ത് നീ എന്നും ഉണ്ടാവുന്നതാണ് എനിക്കിഷ്ടം. അത് മതി എനിക്ക്. ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഏറ്റവും ആവശ്യം വേണ്ടത് പരസ്പരമുള്ള മനസ്സിലാക്കലല്ലേ അനസ്? നമുക്ക് ജീവിക്കാൻ വളരെ കുറച്ചു മതി. അത് വെട്ടിപ്പിടിക്കാൻ നീ അവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ പറയാൻ നിൽക്കാതെ അവൾ നിർത്തിയ ആ കോൾ തന്ന ധൈര്യം. സബ് അക്ക് ബുലായ ഹെ. ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ബഹാദൂർ ഭായിയാണ്. എഴുന്നേറ്റ് നിന്ന് ഷർട്ട് ചുളിവ് മാറ്റി ടൈ ഒന്നുകൂടെ നേരെ പിടിച്ചിട്ട് നടക്കുമ്പോൾ കണ്ടു, ശബ്ദമുയർത്തി തൻ്റെ ശ്രദ്ധ പിടിച്ചെടുത്ത ആ കുട്ടി കയ്യിലിരുന്ന മുയലിൻ്റെ ആകൃതിയിലുള്ള ചോക്ലേറ്റ് തിരിച്ചു വെച്ച് മറ്റൊന്നെടുക്കാനുള്ള ശ്രമത്തിലാണ്. അവൻ്റെ കയ്യിലിരുന്നത് മൽപ്പിടുത്തത്തിലായിരിക്കണം, അല്പം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ദൂരെ മാറി എന്തോ എടുക്കാൻ നിൽക്കുന്ന അമ്മയെ അവൻ പേടിയോടെ നോക്കുന്നുമുണ്ട്. കണ്ടപ്പോൾ പാവം തോന്നി. കഷ്ടിച്ച് 2 അടി പൊക്കമുള്ള അവൻ മുകളിലത്തെ റാക്കിലിരിക്കുന്ന സ്വർണ്ണ നിറമുള്ള ചോക്ലേറ്റ് മുയലുകളെ നിരാശയോടെ നോക്കി നിൽക്കുന്നു. അമ്മയോട് ഇപ്പം പറയും എന്ന മുദ്ര കാണിക്കുന്നു ഒപ്പമുള്ള കുസൃതി പെൺകുട്ടി. മെല്ലെ അവൻ്റെ പിന്നിൽ ചെന്ന് മുകളിൽ നിന്ന് ഒരു മുയൽ കുഞ്ഞിനെ എടുത്തു കൊടുത്തു. അവൻ്റെ കയ്യിലെ ചോക്ലേറ്റ് വാങ്ങി ഒപ്പം അകത്തേക്ക് നടന്നു വന്ന ബഹാദൂറിനെ ഏൽപ്പിച്ചു. ബഹാദൂർ, ഇസേത്ത് ഡാമേജ് പേ ഡാലോ. തന്നെ നോക്കി അത്ഭുതത്തിൽ നിൽക്കുന്ന കുഞ്ഞിക്കണ്ണിൽ തെളിഞ്ഞു വരുന്ന ചിരിയുടെ പ്രകാശം മനസ്സിനെ കുളിർപ്പിച്ചു. ചിതറിക്കിടന്ന് അവൻ്റെ മുടി ഒതുക്കി വെച്ച് കവിളിൽ മെല്ലെ ഒന്ന് തട്ടി മുന്നോട്ട് നടന്നു. മാസത്തിൻ്റെ ആദ്യമായതുകൊണ്ടാവാം നല്ല തിരക്കാണുള്ളിൽ. സാധനങ്ങൾ നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന സ്ട്രോളികൾ. കയ്യിൽ ഒരു പാക്കറ്റ് കുബൂസ് മാത്രമായി ഏത് കൗണ്ടറിൽ പോകണം എന്ന് സംശയിച്ച് എതിരെ നടന്നു വരുന്ന ചെറുപ്പക്കാരൻ. 1ഉം 2ഉം കൗണ്ടറിൽ നിൽക്കുന്നവരോട് ഇതു മാത്രമേയുള്ളൂ എന്ന് കാണിച്ചിട്ട് ഫലമില്ലാതെ നീണ്ട ക്യൂവിൻ്റെ അറ്റത്തേക്ക് നടക്കുന്നത് കൺകോണിലൂടെ കണ്ടു. 3ാമത്തെ കൗണ്ടറിലെത്തിയപ്പോൾ ക്യൂവിൽ അവസാനം നിന്ന പൊക്കക്കാരൻ അവനെ കടത്തിവിടുന്നത് കണ്ടു. മുന്നിൽ നിന്നവർ ഓരോരുത്തരായി അവനെ ആദ്യം പോകാൻ അനുവദിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരി എന്തിനെന്നറിയാതെ തൻ്റെ മനസ്സിലും സന്തോഷം പടർത്തുന്നത് അനസറിഞ്ഞു. ഒപ്പം തന്നെ ലോബയുടെ വാക്കുകളും മനസ്സിലേക്ക് ഒഴുകി വന്നു. ചീത്ത കാര്യങ്ങളും ദുഷ്ടതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്തും ഒരു ചെറിയ ശതമാനമാണെങ്കിലും നല്ല മനുഷ്യരും നന്മയും ഇപ്പോഴും ഉണ്ട് അനസേ. ഇടയ്ക്കെപ്പോഴോ തെളിയുന്ന ചോദ്യമിന്നൽ പോലെ അവരിലെ ആ നന്മ മാത്രം മതി മറ്റുള്ള ജീവിതങ്ങളിൽ പ്രകാശം നിറയ്ക്കാൻ. ഫ്ലോർ മാനേജറുടെ ക്യാബിൻ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മനസ്സിലും ശരീരഭാഷയിലും നിറഞ്ഞു നിന്നത് ശുഭപ്രതീക്ഷ നിറഞ്ഞ ആത്മവിശ്വാസമായിരുന്നു. ഇന്നത്തെ കഥ ചോദ്യമിന്നൽ നിങ്ങൾക്കൊക്കെ ഹൃദ്യമാകും എന്ന് വിശ്വസിക്കുന്നു. കടുപ്പത്തിലൊരു കഥ എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുമല്ലോ. ബെല്ലൈക്കൺ മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.